അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ? അൽഹംദുലില്ലാ ഞമ്മക്കിവിടെ സുഖമായി പോണു കേട്ടോ. അപ്പം ഇന്നലെ വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടില്ല. ഇന്നലെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇടാൻ ഒരുപാട് വൈകി, അപ്പോൾ പിന്നെ വീഡിയോ ഇട്ടില്ല. അപ്പോൾ ഞങ്ങളിതാ എല്ലാവരും പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ ഇടാന്ന് പറഞ്ഞൊരു ദിവസം ഇന്നലെ ആയിരുന്നു. ഇന്നലെ സമയം കിട്ടിയില്ല. പിന്നെ ഒരു കാര്യം കേട്ടോ, ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അങ്ങനെ ഇമ്മയും അഞ്ചത്തിയും കുട്ടിയില്ല കേട്ടോ. കാരണം അഞ്ചത്തിയും കുട്ടിയും വന്നിട്ടില്ല, ഇമ്മയും പോരുന്നില്ല. അമ്മക്ക് പല്ലെടുത്തിട്ട് അഥവാ നീരിറങ്ങിയ പണി കിട്ടുമല്ല. അങ്ങനെ താ ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ പോണത്. ഓട്ടോറിക്ഷയിൽ എല്ലാവരും പാടെ കൊള്ളൂല. അപ്പം 2 ബൈക്കും ഓട്ടോറിക്ഷയും പാടെയാണ്. അപ്പോൾ പോണ സ്ഥലം ഇതാ ഒരു കാട്ടുകൂടെ ഉണ്ടോ. സ്ഥലമൊന്നും വലിയ ഇതില്ല കേട്ടോ. കുത്തി കുലുങ്ങിയിട്ട് അങ്ങോട്ട് എത്തിയപ്പെട്ടപ്പത്തിന് എല്ലാവരും കുഴങ്ങിക്കണ്. ഒരു വിധം ഇങ്ങനെ പെട്ടെന്ന് ഓരോ തീരുമാനം എടുത്ത് അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ ഒരു കാലം മുന്നേ ആഗ്രഹിച്ചതൊന്നും നടക്കൂല. പെട്ടെന്ന് ഓരോന്ന് എന്തെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് നടക്കുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ പറയപ്പെട്ട സ്ഥലത്ത് അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ ആൾക്കൊക്കെ ചിലപ്പോൾ സ്ഥലം പിടി കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ വണ്ടിക്കാരനെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോഴാണ് എൻ്റെ കണ്ണിലൊരു സാധനം തെളിഞ്ഞത് കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണാനുണ്ടോയെന്ന് എനിക്കറിയില്ല. നുള്ളമ്പായാണ് കേട്ടോ. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇത് ഒരുപാട് തിന്നിട്ടുണ്ട്. ഇതിനും വേണ്ടിങ്ങാണ്ട് കാട്ടിക്ക് പോയിട്ടുണ്ട്. കുറേ തല്ലും കിട്ടിയിട്ടുണ്ട്. അതൊന്നും പറയാതിരിക്കാണ്ടോ നല്ലത്. അങ്ങനെ ഞങ്ങൾ മലയിൽ റിസോർട്ടിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. ഞാനും മഞ്ചത്തിയായിരുന്നു ഇവിടെ കാണാത്തത് ഉണ്ടായിരുന്നു. ഇവലൊക്കെ ഒരിക്കൽ വന്നിക്കണ്. അപ്പോൾ ഏതായാലും ഞങ്ങളൊക്കെ വന്നിക്കണം. അപ്പോൾ ആങ്ങളാർക്ക് പണിയില്ല, വെഡ്ഡിങ്ങും ആണ്. അപ്പോൾ ഓല് പറഞ്ഞു നമുക്ക് ഇങ്ങനെ പോവല്ലേ എന്ന് പറയുമ്പോൾ എല്ലാവരും പാടെ ഇങ്ങോട്ട് പോകുന്നതാണ്. പിന്നെ എൻ്റെ പെരേന്ന് ഇങ്ങോട്ട് തോനെ ദൂരമൊന്നുമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാം. ഞങ്ങളൊരു 3:30-4 മണിക്കാണ് ഇങ്ങോട്ട് പോകുന്നത്. അല്ലെങ്കിൽ നട്ടുച്ചക്കൊക്കെ പോകുന്ന പൊരി വെയിലല്ലേ കാരണം. അങ്ങനെ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ടിക്കറ്റ് എല്ലാവർക്കും കൊടുക്കണം. 3 വയസ്സിന് മേലുള്ള എല്ലാ കുട്ടികൾക്കും വേണം. എൻ്റെ വിചാരം 10 വയസ്സില്ല അതിൻ്റെ മേലെ മതി ടിക്കറ്റ് എന്നൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കടന്നപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെയൊക്കെ പച്ചപ്പ്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോകുമ്പോൾ എന്തോ ഒരു സുഖമാണ് ചേട്ടാ. ഇത് കണ്ടാൽ നമുക്ക് തോന്നും നല്ലൊരു അത്ഭുതം തോന്നില്ലേ. ഇത് ഡബ്ബറും വള്ളിയാണ് കേട്ടോ. ഡബ്ബറും വള്ളി ആ തലയ്ക്ക് ഈ തലയ്ക്കും വെച്ച് നെറ്റിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഇതാക്കിക്കാണ്. എന്നാൽ കാണാൻ നല്ല രസമുണ്ട്. നടക്കുമ്പോൾ നല്ല തണുപ്പുണ്ട്. അങ്ങനെ ആദ്യം ഞങ്ങളൊരു ഫോട്ടോസ് അങ്ങോട്ട് എടുത്തേക്കാണ് കേട്ടോ. ഞാനും നാത്തുമാരൊക്കെ നിന്നിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ എന്താ ഉള്ളത് വെച്ചാൽ ഈ ഒരു സ്ഥലത്ത് കറണ്ടിന് പ്രവർത്തിക്കണ ഒരു സാധനം ഇല്ല കേട്ടോ. നമുക്ക് ഒരാൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ 100 റുപ്യ വേണം. അപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ, ഞങ്ങൾ 10 ആളായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ 10 ആൾക്കും ടിക്കറ്റ് എടുത്തതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിക്കാണ്. കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ സമയത്തൊക്കെ ഇവിടെ പൊരിയും വെയിലാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്കൊന്നും ഇതൊരു പ്രശ്നമില്ല കേട്ടോ. കാരണം ഈ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഒരുപാട് ആൾ വരും. ഇപ്പോൾ ഇഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുമല്ല നമ്മളെ ചെറിയ നാത്തൂൻ്റെ ആങ്ങളെയും അനിയത്തിക്കുട്ടിയൊക്കെ പോന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ ഭാഗത്ത് വന്നപ്പോൾ അവിടെ ആ തോണി കേട്ടോ. ഈ തോണിയിൽ ഞാൻ കയറിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇത് പിന്നെ നമുക്കിങ്ങനെ ആട്ടിയാൽ മതി, അത് വലിയ പേടില്ല. മറ്റേ സൈസ് തോണി ഉണ്ടല്ലോ കറണ്ടിന് പ്രവർത്തിക്കണം. റബ്ബേ അതിൽ കയറിയിട്ട് ഞങ്ങളൊക്കെ ഒന്നാകെ കുഴങ്ങിയതാണ്. അങ്ങനെ ഇതിൽ കയറാൻ ഞങ്ങൾക്കൊരു മോഹട്ടോ. അങ്ങനെ കുട്ടികളാടലൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് കയറിട്ടോ. അപ്പൊ പിന്നെ ആങ്ങളാര് അപ്പുറത്തും ഇപ്പുറത്തും നിന്നുങ്ങാണ്ട് ഇങ്ങനെ ആട്ടി തരാണ്ടോ. മോനും ഉണ്ട്. ഓൾക്ക് സ്പീഡ് കൂട്ടിയാ തയ്യണില്ല കേട്ടോ. ഇത് പിന്നെ എനിക്ക് അത്ര പേടി അങ്ങോട്ട് തോന്നിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അഥവാ നമുക്ക് തലയിറ്റി എന്തെങ്കിലുമൊക്കെ പിടിച്ച് നിർത്താനൊരു ഇതുണ്ടാവും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇനി വേറെ സ്ഥലത്തേക്കാണ് കേട്ടോ പോകണം. ഒരുപാട് കാണാണ്ട്. വരുമ്പോൾ കുറച്ച് നേരത്തെ വരികയാണ് നല്ലത് കേട്ടോ. എന്നാൽ ഒരുപാട് നടന്ന് കാണാൻ. രാത്രിയിലാണ് നല്ല രസം കേട്ടോ ഇവിടെ കാണാൻ. ഞങ്ങളെങ്ങനെ ആയാലും ഇതൊക്കെ കഴിഞ്ഞ് ഇതിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇനി വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഇവിടെ കുട്ടികൾക്ക് നല്ല രസമാണ്. ഞമ്മക്കും ചെയ്യൊക്കെ ചെയ്യട്ടോ. പക്ഷെ വഷളത്തരാണ്. അപ്പം ഷാലുവിന് ഇങ്ങനത്തെ ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഷാലു ഇതിലിങ്ങനെ പോണതൊക്കെ ഒന്ന് വീഡിയോ എടുത്തുക. ഷാലു ബെറ്റ് വെച്ചുങ്ങാണ്ടാട്ടോ പോണത്. ഇതിൽ ഞാൻ ജയിക്കും എന്നൊക്കെ പറഞ്ഞ് പോണുണ്ട്. ഒരുപാടുണ്ട് കളിക്കാനുള്ള സാധനങ്ങൾ. പിന്നെ അതുമല്ല നമുക്ക് എല്ലാ ലീവും ഒരുമിച്ച് അങ്ങോട്ട് കിട്ടിയോണ്ട് ഒരുപാട് കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ആ ടയർമ കൂടെ ഇതാക്കണേ മോന് മത്സരിച്ച് എങ്ങനെയായാലും ജയിച്ചു. പിന്നെ അത് ഒരു കയർമ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് കാണുമ്പോൾ നല്ല സുഖമായി തോന്നും, പക്ഷേ പോവാൻ അത്ര സുഖമില്ല.
അതുപോലെ തന്നെ ഇതിമ്മ കൂടെ പോവാനും നല്ല സുഖമായി തോന്നും. പിന്നെ ഞാനൊരു സ്ഥലത്ത് കൂടെ പോയിട്ടോ റബ്ബേ, ഞാൻ കയറുകയും ചെയ്തു. പിന്നെ എനിക്ക് വേണ്ടിയിരുന്നില്ലാന്ന് തോന്നിട്ടോ. കാരണം കാണുമ്പോൾ നമുക്ക് എളുപ്പം അങ്ങോട്ട് നടന്ന് പോവാൻ. ഇതൊരു സ്പ്രിങ്ങിൻ്റെ പരിപാടിയാണ്. ഈ സ്പ്രിങ്ങുമ്മ നടക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ ചിട്ടാ മനസ്സിനാകെ ചളിയായിട്ടോ. കാരണം എന്താ വെച്ചാൽ ഇറങ്ങാനും വയ്യ, അങ്ങോട്ട് നടക്കാനും വയ്യ. എന്തായാലും വേണ്ടില്ല, നടുവിലെത്തിയപ്പോൾ അറിയാതെ ഞാൻ ഇങ്ങോട്ട് ചാടുക ചെയ്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ടതാ നമ്മൾ ഈ സ്ഥലത്ത് വന്നിട്ട് കുട്ടികൾക്ക് ചിറ്റിക്കളിച്ചല്ല തന്നെയാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ കൊടുക്കണം. അധിക സ്ഥലത്തും മാങ്ങളാരനെയുള്ളൂ തിരിച്ചാൻ ഇതാക്കാനൊക്കെ നിങ്ങൾക്ക് കഞ്ചും കയ്പിലൊക്കെയാണ് വേറിട്ടിട്ടുണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായിട്ട് ഒരു ലേശം പൊരിച്ച കടി വാങ്ങിക്കണ്ട്. കിഴങ്ങ് പൊരിച്ചതാണ്. ഞാനും നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു സാധനം. അപ്പം ഞാൻ അതിനൊരു 4 അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഓല അവിടെ ഇരുന്ന് തിന്നുന്നുണ്ട്. നമുക്കിവിടെ ഇരുന്ന് തിന്നാനും നല്ല സുഖം. എല്ലായിടത്തും തമ്പ് കെട്ടിയ മാതിരി ഓരോന്നും ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് മോൾക്ക് പോവാണ് കേട്ടോ. മോളിൽ കുറച്ച് കാണാണ്ട് പറഞ്ഞാണ്ട് അങ്ങോട്ട് പോയി. ഇവിടെ വെറും ഒട്ടുമൂച്ചയും കാര്യങ്ങളൊക്കെയാണ്. നല്ല സുഖമാണ് കേട്ടോ ഇതിൽ കൂടെ ഒക്കെ നടക്കാൻ. അപ്പം എനിക്ക് ആങ്ങളാരൊക്കെ ഓരോന്നിങ്ങനെ കാണിച്ച് തരികയാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ വന്നിട്ടില്ലല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്തായാലും ഇതിൽ കൂടെ ഒരുപാട് നടന്ന് കുഴങ്ങിയപ്പോൾ കുറച്ച് നേരം അവിടെ അങ്ങോട്ട് ഇരുന്നു കേട്ടോ. മക്കൾക്ക് പിന്നെ കുഴക്കവും ക്ഷീണമൊന്നുമില്ല. അപ്പം ഇവനോട്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഇവനെങ്ങനെ കളിപ്പിച്ചാണ് കേട്ടോ. ഇവലെ കളി പിന്നെ കണ്ടാൽ നമുക്ക് പൂതി മാറൂലല്ലോ. ഇമ്മാക്ക് ഇവനോട്ട് പോരുമ്പോൾ വലിയൊരു ഇതൊന്നും ഇല്ല കേട്ടോ. കുട്ടിക്ക് വയ്യാതാവും, കാരണം മഞ്ഞുകാലല്ലേ. എന്തായാലും വേണ്ടില്ല, നമ്മൾ ഓനോട്ട് അങ്ങോട്ട് പോകുന്നു, ഒരു കുഴപ്പമുണ്ടായില്ല. പെരയിലില്ലോല് പോകുന്നില്ലെങ്കിൽ നമുക്കൊരു തൊഴിലക്കേടുവാണല്ലോ. ഓരോ ഒരു കരയിൽ പോലും ഉണ്ടായില്ല. ഇവിടെ നിന്ന് അങ്ങനെ കളിച്ച് അങ്ങനെയൊക്കെ നേരം പോയിട്ടുണ്ട്. പിന്നെ ദാ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഊഞ്ഞാലാട്ടാണ്. എല്ലാവർക്കും വരിക്കിരുന്ന് ഇങ്ങനെ ഊഞ്ഞാലാടാം. പക്ഷേ ഇരുന്നോലാരും പിന്നെ നീച്ചേരില്ല കേട്ടോ. അത്രയും സുഖമായി ആടാ. കാരണം എന്താ വെച്ചാലേ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മൂച്ചും കാര്യങ്ങളൊക്കെയാണ്. നല്ല കാറ്റുള്ളൊരു ദിവസമായിരുന്നു. പിന്നെ അതുമല്ല ഇതിൻ്റെ മേലെ ഇതുപോലെ ഒരു തമ്പ് കിട്ടിയ മാതിരി വെയിലും ഒന്നും കൊള്ളണില്ല. അപ്പോൾ ഒരു ഊഞ്ഞാല കിട്ടിയപ്പോൾ ഞാനിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു ഊഞ്ഞാല കിട്ടിയപ്പോൾ നാത്തൂനിരുന്നു. അപ്പോൾ ചെറിയ നാത്തൂന് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. കാരണം ക്ഷമ ഉണ്ടാവില്ല, നടന്നിങ്ങനെ കാണാണ്ടാവുമ്പോൾ പിന്നെ നല്ല സുഖമല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ഒരിടത്ത് നിൽക്കുകയാണെങ്കിൽ മറ്റൊരിടത്ത് കൂടെ ഒക്കെ പോകാം. പിന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ നമ്മൾ ജ്യൂസ് എന്തെങ്കിലും വാങ്ങി മേലേക്ക് ഇങ്ങോട്ട് പോന്നാൽ മതി. ഇവിടെ ഒതുങ്ങിയിരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് കുടിച്ചാൽ നല്ല കാറ്റ് ഇതൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ നിറച്ച് മൂച്ചി തൈയാണ് കേട്ടോ. ഒട്ടുമൂച്ച അങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഇതിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുമ്പോഴൊന്നും നമുക്ക് കുഴക്കും ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ക്ഷീണം തോന്നിയില്ല. അങ്ങനെ ആങ്ങളെയും നാത്തൂനും ആ ബൈക്ക് പോവാണ്ട് അവിടെ എന്തൊക്കെ കാണാണ്ടെന്ന് പറഞ്ഞ് പോണുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിൻ്റെ മേലൊക്കെ കയറാൻ പോവാണ് കേട്ടോ. ഇത് ഈ കാണണമായിരുന്നല്ല കേട്ടോ. ഒരുപാട് ഉയരമുണ്ട്. ഇതിൻ്റെ മേലേക്ക് പോയാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ടാണ് പോണത്. പക്ഷേ നടുങ്ങോട്ട് എത്തുമ്പോൾ നമുക്കൊരു കുഴക്കും ക്ഷീണമൊക്കെ ഉണ്ട് ഇങ്ങോട്ട് വരാൻ. തടി ഇളകാതിരിക്കല്ലേ. അങ്ങനെ ഞാൻ ആദ്യം പോണില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ആങ്ങളാറിന് പോരെ, ഒന്ന് കയറി നോക്കുക. അതിൻ്റെ മേലെ നിന്ന് നോക്കിയാൽ കാണാത്ത ഒരുപാട് കാഴ്ചകൾ കാണാം. എന്തായാലും വേണ്ടില്ല, ഓൻ കയറിയതിൻ്റെ പിന്നാലെ ഞങ്ങളെല്ലാവരും വരിക്കങ്ങോട്ട് കയറിട്ടോ. അങ്ങനെ കയറിയിട്ടും അങ്ങോട്ട് കഴിയണില്ല കേട്ടോ. ശാലൊക്കെ മണ്ടി കയറി. പക്ഷെ വരാൻ നമുക്ക് ഭയങ്കര ഇടങ്ങറായി. കാരണം അങ്ങനെ മേലെ പോയപ്പോൾ എന്താണെന്നില്ലേ, നല്ല രസമാണ് കേട്ടോ കാണാൻ. രാത്രിയിലാകുമ്പോൾ ഒന്നും പാടെ രസം കൂടും. കാരണം എന്താ വെച്ചാൽ 4 പുറം കാഴ്ചകൾ കാണാൻ. അത് ഇതിൻ്റെ നടുവിലായിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്കത് നല്ല രസം. അങ്ങനെ ഇതിങ്ങനെ നിൽക്കുമ്പോൾ ഇതിങ്ങനെ കുലുങ്ങാണ് കേട്ടോ. ഭയങ്കരമായ കുലുക്കം. അപ്പം എനിക്ക് പേടി തുടങ്ങി. നിങ്ങൾ നോക്കി നോക്കി 4 പുറം മഞ്ഞൊക്കെ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. കോട ഇറങ്ങുമല്ലോ ഈ നേരമൊക്കെ ആയാലും. ഞങ്ങളിത് മഗ്‌രിബിയുടെ നേരത്താണ്. പിന്നെ ഇവിടെ ഒരു കാര്യം പറയാതിരിക്കാൻ വെച്ചാൽ ഇവിടെ നമുക്ക് നിസ്കരിക്കാനൊക്കെ സൗകര്യമുണ്ട്. നിസ്കാരമൊന്നും കളാവൂല കേട്ടോ. എല്ലാവരും സൗകര്യമുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവർക്കും വരും ചെയ്യാമല്ലോ. അപ്പോൾ നമ്മളന്മാരൊക്കെ പ്രത്യേകിച്ചും പോരും. അങ്ങനെ ഇവിടെ ഇങ്ങനെ നിന്ന് ഈ താഴത്തേക്ക് നോക്കുമ്പോഴാണ് ഇതിങ്ങനെ കുലുങ്ങാണ്. ഒരു ജാതി കുലുക്കട്ടോ. അപ്പത്തിന് ഇൻ്റോടം കയ്യും കുളിക്കാണെങ്കിൽ ഭയങ്കര പേടിയുള്ള ഒരാളാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിരുന്നുണ്ട് ഇതിൻ്റെ മേലെ 10ൽ കൂടുതൽ ആൾക്കാർ ഇതിൻ്റെ മേലെ നിൽക്കാൻ പറ്റൂല. അത് കണ്ട പാട് ഞാൻ എന്തായിട്ടിട്ടോ എല്ലാവരോടും പോരാൻ പറഞ്ഞു. പോലൊന്നും പോന്നില്ല കേട്ടോ. ഞാൻ എളുപ്പം കൂട്ടു ഷാലുവിൻ്റെ കയ്യും പിടിച്ച് ഇറങ്ങുമ്പോൾ വേറൊരു കൂട്ടരും അവിടെ നിന്ന് പറയുന്നു അതിമ്പോൾ 10ൽ കൂടുതൽ ആൾ നിൽക്കാൻ പറ്റും. അങ്ങനെ നടുവിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര പേടിട്ടോ. ഇതേറ്റ പൊട്ടി ചാടിയിട്ടുണ്ട്. ഈ കമ്പിൻ്റെ ഇടയിൽ ഞാൻ കുടുങ്ങുമല്ലോ റബ്ബേ എന്നൊരു തോന്നൽ. മേലെ ഓലും ഉണ്ട്. അങ്ങനെ എന്തായാലും വേണ്ടില്ല, സലാത്തും ഫാത്തിഹയൊക്കെ ചെല്ലിയിട്ട് നമ്മൾ താഴത്ത് അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കയറിയ കുഴക്ക് മാറിയിട്ടില്ല. അപ്പത്തിന് താഴത്തേക്കും എത്തി.
അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കടയിൽ കയറിയിട്ടുണ്ട്. അവിടെ തന്നെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെ കടയൊക്കെ ഉണ്ട്. അപ്പം ചായയും കടിയൊക്കെ വാങ്ങാൻ കയറിയിട്ടുണ്ട്. എല്ലാവർക്കും പൈച്ചൽ തുടങ്ങിയിരിക്കണു. ഇങ്ങനെയൊക്കെ പോന്നാൽ പിന്നെ നല്ല അധ്വാനമാണല്ലോ മക്കൾക്ക്, തടിയൊക്കെ നല്ല അളകുമല്ലോ. അപ്പോൾ പൈച്ചയാണ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇതാ ഓരോ ചായയും അതുപോലെ തന്നെ നല്ല മുരിഞ്ഞ പരിപ്പാട, ഭയങ്കര എരിയായിരുന്നു കേട്ടോ. ചൂട് ചായയും നല്ല മുരിഞ്ഞ പരിപ്പാട്. അപ്പോൾ എല്ലാവരും ഓരോന്ന് അതൊക്കെ തിന്നാൻ വേണ്ടിങ്ങാണ്ട് സ്ഥലം ഇങ്ങനെ തിരഞ്ഞ് നടക്കുകയാണ്. പലോലും പലോടത്തും പോയിരുന്നു കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, കുട്ടികളും മക്കളൊക്കെ ആയിട്ട്. അങ്ങനെ ഞാനിവിടെ വന്ന് ഈ ടേബിളിൻ്റെ എത്തിയിരുന്നു കേട്ടോ. ആസ്വദിച്ച് തിന്നണം എന്നുണ്ടെങ്കിൽ ഇരുന്നിട്ട് തന്നെ കുടിക്കണം, പിന്നെ നമുക്ക് നിന്ന് കുടിക്കാനും പറ്റില്ല. അപ്പം ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് പോന്നു. അത് കഴിഞ്ഞേക്ക് പിന്നെ ഊഞ്ഞാലിൽ കുറച്ച് സ്ഥലം കിട്ടിട്ടോ, പിന്നെ ഞാൻ അവിടെ പോയിരുന്നു കേട്ടോ. നാത്തൂനും ആങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ അവിടെ ഇരുന്ന് കണ്ട് അങ്ങനെ ചായ ആസ്വദിച്ച് കുടിച്ച് നീച്ചാൻ തന്നെ തോന്നണില്ല കേട്ടോ അവിടുന്ന്. ഇപ്പോഴൊക്കെ സമയം ഒരുപാടായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എന്തായിട്ട് കുട്ടികൾക്ക് പിന്നെ ഇതൊമ്മ കളിക്കണം എന്നറിഞ്ഞാണ്ട് ഇങ്ങോട്ട് തന്നെ പോന്നതാണ്. മലയിൽ ഫാം കാണാൻ നല്ലൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം അങ്ങോട്ട് തീർന്നിട്ടോ. ഒരുപാടായിക്കോളും നമ്മളെ ശാലും മോനും ഇതിന് കാണാൻ പൂതിയാവിൽ തുടങ്ങിയിട്ടോ എന്നും പറയും. അങ്ങനെ ഇതും കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇനി ഒരു അത്ഭുതം കാണാണ്ട് സ്വിമ്മിംഗ് പൂളുണ്ട്. അതിൽ അവസാനം ഇറങ്ങാച്ചിട്ട് നനഞ്ഞിട്ട് പിന്നെ ഇതിമ്മ കയറണമെന്നൊരു ഒരു ശരിയല്ലല്ലോ. ഇതൊക്കെ കുട്ടികൾക്ക് ഓരോ ഗെയിം പോലെ ഓരോ പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയിങ്ങാണ്ടിരിക്കാം. അപ്പം ഇവിടെ വടംവലി കേട്ടോ, കുട്ടികളൊക്കെ പാടെ വടം വലിച്ചിട്ടുണ്ട്. അത് നമ്മൾ തന്നെ രണ്ട് വിഭാഗം ആയിങ്ങാണ്ട് അങ്ങോട്ട് വലിച്ചാണ്, അല്ലാതെ വേറെ ആരും ഇല്ല കേട്ടോ. അങ്ങനെ ഇതിമ്മ കുറച്ച് നേരമൊക്കെ ദുൽമ കളിച്ചു. അപ്പോൾ വീഡിയോ എടുക്കണുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു മടി കേട്ടോ. അപ്പം എല്ലാവരും ഇവിടുന്ന് പോയിട്ട്, അതുകൊണ്ട് ഇവിടെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. അതുവരെ ഈ ഭാഗത്ത് നല്ല തിരക്കായിരുന്നു. വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പോയി. അവിടെ ശാലുവിനും മോനുനും ഒക്കെ നല്ല ആസ്വദിച്ച് കളിച്ചാനായിട്ടോ. പിന്നെന്താ വെച്ചാൽ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഇതൊക്കെ എന്നും കണ്ടിരിക്കാമല്ലോ. മലയിൽ ഫാം ഇങ്ങനെ പറയണത് കേൾക്കാന്നല്ലാതെ അതാണ് ഇപ്പം നമ്മൾ കണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇഞ്ഞ് പോണത് എന്താ വെച്ചാൽ സിംബൂൾക്ക് പോവാണ്ട്. ഇത് താഴത്ത് തന്നെയാണ് ശരിക്കും. അത് കഴിഞ്ഞിട്ടാണ് മേലേക്ക് പോകേണ്ടത്. പക്ഷേ ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പറ്റൂലല്ലോ. അവസാന നിമിഷത്തിൽ നനഞ്ഞാലും നമുക്ക് എന്താ വെച്ചാൽ ആ ഡ്രസ്സുമ്മ തന്നെയല്ലേ പോവുക, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരാൾക്കാണ് കയറണമെങ്കിൽ ഉണ്ടല്ലോ 100 റുപ്യ അങ്ങോട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എല്ലാവരും ഒന്നും കയറിയിട്ടില്ല. ഫാമിലി മൊത്തം കയറണമെങ്കിൽ 2000 റുപ്യാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഫാമിലി മൊത്തം കയറില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ നല്ല ധൈര്യമാണ്. 4 പുറകിൽ അടച്ചിട്ട് തരും കേട്ടോ. ആ ചുവപ്പും മഞ്ഞയൊക്കെ കാണില്ലേ, അതുപോലെ ഇവിടെ വാതിലടച്ച് നല്ല സെറ്റാക്കി തരും. ധൈര്യമായിട്ട് ഇറങ്ങാം. നല്ല കുണ്ടുണ്ട് കേട്ടോ ഈ സ്വിമ്മിംഗ് പൂള്. പിന്നെ എന്താ വെച്ചാൽ നല്ല നീന്തൊക്കെ അറിയണോലാണ് എല്ലാവരും ഇറങ്ങിക്കണത്. പിന്നെ കുട്ടികളെ ദീകം അങ്ങോട്ട് ഇറക്കണില്ല കേട്ടോ. എല്ലാവരും ഈ ജാക്കറ്റൊക്കെ ഇട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ, കാരണം ശാലുവിനും മോനുവിനും ഒക്കെ എന്തേലും ആകുമെന്ന് മനസ്സിലും എല്ലാത്തിനും പേടിയായിരുന്നു. അങ്ങനെ ചാടലും നീന്തലും മറിച്ചിലൊക്കെ 1 മണിക്കൂറിനാണ് 100 റുപ്യ. ഞങ്ങളിതിൽ എപ്പോഴാണ് ഇറങ്ങുന്നത് വെച്ചാൽ 7 മണിക്കായിട്ടാണ് ഞങ്ങളിതിൽ, 7:10 ഞങ്ങളിതിൽ ഇറങ്ങുന്നത് കേട്ടോ. 8:10 ആകുമ്പോൾ ഇതിൽ നിന്ന് കയറും വേണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങാൻ തന്നെ സമ്മതിക്കുള്ളൂ. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വന്ന് കാണാനൊരു മോഹം ഉണ്ടായതുകൊണ്ട് ആദ്യം ഒരു നാത്തൂൻ കയറി, പിന്നെ ഞാൻ കയറി, പിന്നെ ഞാൻ ഇറങ്ങി, ഓല് കയറി. മിഫൂനെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല കേട്ടോ, ആങ്ങളുടെ കുട്ടീനെ. ബാക്കി എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും നീന്തൊക്കെ അറിയണോണ്ട് കുഴപ്പമില്ല. ഭയങ്കര കുണ്ടുമാണ്, വലിയ സ്വിമ്മിംഗ് പൂളും ആണ് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും. പിന്നെ മിഫും നെസും ഒക്കെ ആങ്ങളാരെ ചെറിയ കുട്ടികളതാ അവിടെ എത്തിങ്ങാണ്ട് ഞങ്ങൾ ഇങ്ങനെ കളിപ്പിച്ചാണ് കേട്ടോ. വെള്ളത്തിൽ കറക്കിയിട്ടില്ല. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു അത്ഭുതം കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എഴുതി വെച്ചതൊന്ന് വായിച്ച് നോക്കി. പൂളിൽ ഉപ്പ് രസം കലർത്തല്ലേന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ സംഭവിക്കണതേക്കാരല്ലേ. അതൊക്കെ ആലോചിച്ചാൽ ഇതിൽ ഇറങ്ങൂല കേട്ടോ. ഭയങ്കര മടിയും അറപ്പൊക്കെ ആയിക്കാരം. അങ്ങനെ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ കയറാൻ നിൽക്കുകയാണ്, തൊട്ടളി കളിച്ചാണ്. നമ്മളൊരു വലിയൊരു കുളത്തേക്ക് ഇറങ്ങിയ മാതിരി തന്നെയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒന്നും പാടെ മേൾക്ക് പോകണുണ്ട് കേട്ടോ, ഐസ്ക്രീം തിന്നാൻ വേണ്ടിങ്ങാണ്ട്. ഐസ്ക്രീം താഴത്തല്ല മേലെയാണ്. അപ്പോൾ അത് ഓരോന്നും പാടെ തിന്നിട്ട് അങ്ങോട്ട് പോവാനാണ്. ഈ സമയത്ത് എന്താട്ടി വണ്ടിക്കാരനെ വിളിച്ചു വരാൻ പറഞ്ഞു. എന്താ വെച്ചാൽ ഓല് വരുമ്പോഴത്തേന് ഐസ്ക്രീം വാങ്ങലൊക്കെ കഴിഞ്ഞോളല്ലോ. ഐസ്ക്രീമും പലോൽക്കും പലതുമാണ് കേട്ടോ കിട്ടിയത്. എല്ലാവർക്കും ഒരുപോലെ കിട്ടുമ്പോൾ പരാതി ഉണ്ടാവില്ല. എനിക്കെങ്ങനെ ആയാലും സ്ട്രോബെറിയുടെ നല്ല ടേസ്റ്റിലുള്ള ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. പക്ഷെ എങ്ങനത്തോടുന്നൊക്കെ വാങ്ങുമ്പോൾ ഉണ്ടല്ലോ കണ്ടറിഞ്ഞ് പൈസ കൊടുക്കണം. അങ്ങനെ ആങ്ങളെ വാങ്ങിയില്ല, ബാക്കി എല്ലാവരും വാങ്ങി. ഇപ്പിയും വാങ്ങിയില്ല കേട്ടോ. ഇപ്പം ചായയെ വാങ്ങി കുടിച്ചത്. അങ്ങനെ മോനൂന് ഭയങ്കര മടി കേട്ടോ. മോന് ഇതിന്മേൽ ഇരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കണില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ
ഓനെ തിന്നാൻ വേണ്ടി കയറി ഇരുന്നതാണ്. അപ്പം ഞാൻ ഇതിങ്ങനെ കളിയാക്കട്ടോ, ഇത്ര പോരൂലടാ ഇതിമ്മ ഇരുന്നുങ്ങാണ്ട് ഇതാക്കണത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇനി മോറ് കാണണ്ടാച്ചിട്ട് ഓനത് അങ്ങോട്ട് തിരിഞ്ഞിരുന്നുങ്ങാണ്ട് തിന്നണുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇനി വേറൊരു അത്ഭുതം കാണിച്ചേട്ടോ. ഈ തിരിയണയിൽ ആരൊക്കെ ഇരിക്കണമെന്നൊന്ന് നോക്കി നോക്കി. ഞാൻ ഇപ്പം ഉണ്ട്, ആങ്ങളുണ്ട്, കുട്ടീനെ കയറ്റാൻ വേണ്ടി കണ്ട് കയറിയതാണ് കേട്ടോ. ഈ സമയത്തൊക്കെ പിന്നെ അധികം ആളും ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, ഒരുപാട് വൈകിയിട്ടുണ്ട്. പിന്നെ അതുമല്ല ഇവിടെ നമുക്ക് നിൽക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അങ്ങനെ ദാ എല്ലാവിധ എൻജോയ്മെൻറ്റും കഴിഞ്ഞ് നമ്മൾ പെരേക്ക് പോരാല്ലൊരു പുറപ്പാടാണ്. എല്ലാവരും ഇതാ ഇവിടുന്ന് പുറത്തേക്ക് അങ്ങോട്ട് കിടക്കുകയാണ്. 9 മണിക്കാണ് ഞങ്ങൾ പുറത്തേക്ക് അങ്ങോട്ട് പോണത് കേട്ടോ. അപ്പോൾ പോയ ഉസാറൊന്നും വരുമ്പോൾ ഇല്ല കേട്ടോ. പോകുമ്പോൾ ഭയങ്കര ഒരുക്കങ്ങളും ഇതേക്കാരം. ഇവിടുന്ന് പോരാൻ പറയുമ്പോൾ കുട്ടികൾക്കായാലും ഞമ്മക്കും വലിയ ഇതൊന്നുമില്ല. പിന്നെ അതുമല്ല കേട്ടോ, ഏത് സാധാരണക്കാർക്കായാലും ഒരു 100 റുപ്യ കൊടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ എത്ര നേരം നിൽക്കുകയും ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് വേറെയിൽ കയറാൻ പൈസ ഒന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റൂല. എന്താ വണ്ടിയൊക്കെ വന്ന് ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് കയറി പെരൻ്റെ മെത്ത അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവരും കുഴങ്ങി തളർന്നിക്കണം കേട്ടോ. അപ്പം ഇനി ചോറൊക്കെ തിന്നങ്ങോട്ട് കിടക്കുകയാണ്. അപ്പം നമ്മളെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക. പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി ഓളൊന്ന് കൊടുക്കുക. എന്നാൽ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും. എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.